പകരം തീരുവ പ്രഖ്യാപനത്തിൽ മലക്കം മറിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയടക്കമുള്ള 60 രാജ്യങ്ങൾക്ക് മേൽ തീരുവ ചുമത്തിയ നടപടി 90 ദിവസത്തേക്ക് മരവിപ്പിച്ചു. എന്നാൽ ചൈനയോട് വിട്ടുവീഴ്ച ഇല്ല എന്ന് പ്രഖ്യാപിച്ച് 125% അധിക തീരുവയാണ് ട്രംപ് ഭരണകൂടം ചുമത്തിയത്. അതേസമയം അമേരിക്കയ്ക്കെതിരെ ചൈന ലോക വ്യാപാര സംഘടനയെ സമീപിച്ചു. ആഗോള വിപണിയിലുണ്ടായ തകർച്ചയ്ക്കു പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപ് തീരുവ പ്രഖ്യാപനം മരവിപ്പിച്ചത്. അതുവരെ 10% മാത്രമാകും തീരുവ. എന്നാൽ വ്യാപാര യുദ്ധത്തിൽ ചൈനയോട് മാത്രം വിട്ടുവീഴ്ച ചെയ്യാൻ ട്രംപ് തയ്യാറായില്ല. 125% അധിക തീരുവയാണ് അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ പ്രഖ്യാപിച്ചത്. ലോകവിപണിയോട് ചൈന ബഹുമാനക്കുറവ് കാണിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കയുടെ നീക്കം. തൊട്ടുപിന്നാലെ യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ 84% തീരുവ ചുമത്തി ചൈന തിരിച്ചടിച്ചു. വ്യാപാര യുദ്ധത്തിൽ ട്രംപിനോട് കീഴടങ്ങില്ലെന്ന് ചൈന ആവർത്തിച്ചു. 3ാം തവണയാണ് അമേരിക്ക ചൈനയ്ക്കെതിരെ അധിക തീരുവ ചുമത്തുന്നത്. അമേരിക്കയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ചൈന ലോക വ്യാപാര സംഘടനയെ സമീപിച്ചു. അമേരിക്കയുടേത് പ്രകോപനപരമായ നടപടിയാണെന്ന് ചൈന കുറ്റപ്പെടുത്തി. പ്രകോപനങ്ങളെ ചൈന ഭയക്കുന്നില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മാവോ സേ തുങ്ങിന്റെ വീഡിയോ പങ്കുവച്ചായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. തീരുവ പ്രഖ്യാപനത്തിൽ 75 രാജ്യങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായെന്ന് ട്രംപ് വ്യക്തമാക്കി. പ്രതികാര ചുങ്കം ഏർപ്പെടുത്തുന്ന രാജ്യങ്ങളെ ട്രംപ് പരിഹസിച്ചു. ഒത്തുതീർപ്പിനെത്താൻ രാജ്യങ്ങൾ കൊഞ്ചുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. തീരുവ മരവിപ്പിച്ചതിനെ യൂറോപ്യൻ യൂണിയൻ സ്വാഗതം ചെയ്തു. അമേരിക്കയുടെ വ്യാപാര യുദ്ധത്തെ ചെറുക്കണമെന്ന് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. തീരുവ മരവിപ്പിച്ചതിന് പിന്നാലെ അമേരിക്കൻ ഏഷ്യൻ വിപണികളിൽ ഉണർവുണ്ടായി. ഇന്റർനാഷണൽ ഡെസ്ക് 24.